ഒരാളെ കൊല്ലാൻ ശ്രമിച്ച് ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിക്ക് എന്ത് യോഗ്യതയാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ? നാളെ ഇനി തോറ്റാൽ സ്വരാജിനെ കൊല്ലാൻ പ്ലാൻ ഇടില്ല എന്ന് ആര് കണ്ടു? ഇതാണ് നിലമ്പൂരിലെ സാധാരണക്കാരുടെ ഒരു ചോദ്യം, ഒരു സംശയം. ജോയിയെ നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് തരാമായിരുന്നു എന്നാണ് ലീഗുകാരടക്കം നിലമ്പൂരിൽ വോട്ട് ചോദിച്ചെത്തുന്ന കോൺഗ്രസുകാരോട് പറയുന്നത് തന്നെ. ലീഗിന് പുല്ലുവിലയാണ് UDF നൽകുന്നത് എന്നുകൂടി കാണിക്കാനാണോ ആര്യാടനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ചോദ്യവും ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസുകാരോട് ലീഗ് ചോദിക്കുക തന്നെയാണ്. ആര്യാടൻ മുഹമ്മദിനെയും ആര്യാടൻ ഷൗക്കത്തിനെയാണെങ്കിലും രണ്ടുപേരാണെങ്കിലും നിലമ്പൂരുകാർക്ക് വെറുക്കപ്പെട്ടവർ തന്നെയാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം തന്നെ. അവരുടെ അടുത്തേക്ക് ഇടതുപക്ഷത്തെ അൻവർ ആയിരുന്നു അവരുടെ ഒരു ആശ്വാസമായി വന്നിട്ടുണ്ടായിരുന്നത്. അൻവർ തോന്നിവാസം കാണിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയം പാർട്ടിയുടെ ഒരു മേൽനോട്ടം എപ്പോഴും അൻവറിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ LDF സമ്മതിച്ചിട്ടുമില്ല. ഇനി നിലമ്പൂരുകാർ ഒരിക്കൽ കൂടി ആര്യാടന്മാരുടെ കൈകളിലേക്ക് നിലമ്പൂരിനെ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച മട്ടിലാണ് നിൽക്കുന്നത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് 8 കോടിയുടെ ആസ്തി ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ഷൗക്കത്തിന് 83 ലക്ഷം രൂപയും ജംഗമ വസ്തുക്കളും 800 ഗ്രാം സ്വർണം, അതായത് ഒരു 100 പവൻ സ്വർണവും 4 കോടിയിലധികം രൂപയുടെ സ്ഥാപന വസ്തുക്കളും ഉണ്ട് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. വിവിധ ബാങ്കുകളിലായി 72 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയുണ്ട് എന്നും കണക്കിൽ പറയുന്നുണ്ട്. 2 ലക്ഷത്തിലേറെ രൂപ വിലമതിക്കുന്ന ജംഗമ ആസ്തിയുണ്ട്. 2 കേസുകളാണ് ഷൗക്കത്തിന്റെ പേരിലുള്ളത്. ഇവ രണ്ടും മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വധിക്കാൻ ഗൂഢാലോചന നടത്തിയത് എന്നുൾപ്പെടെയുള്ള കേസുകളാണ് ഇതൊക്കെ. PV അൻവറിനെ കൊല്ലാൻ ആര്യാടൻ ഷൗക്കത്തും കൂട്ടരും ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആദ്യ കേസ് തന്നെ. പൂക്കോട്ടുപാടം സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അൻവറിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ കലാപാഹ്വാനം നടത്തുകയും നിയമവിരുദ്ധമായി സംഘം ചേരുകയും ചെയ്തതിനാണ് ഷൗക്കത്തിനെതിരായിട്ടുള്ള 2ാമത്തെ കേസ് വന്നിരിക്കുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസ്. ഷൗക്കത്ത് ഉൾപ്പെടെ 500 പേരാണ് ഇതിൽ ഉള്ളത്. PV അൻവർ MLA ആയിരിക്കെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരായ ഈ 2 കേസുകളും എടുത്തിട്ടുണ്ടായിരുന്നത്.